കൈരളി ഗ്രന്ഥശാലയുടെ വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി ഇന്നേ ദിവസം ഞാൻ ഉണ്ണികൃഷ്ണൻ നമ്മുടെ കൈരളി വായനശാലയിലെ ഏകദേശം 8,000-ഓളം പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലെ എഴുത്തുകാരായ കുറച്ച് വ്യക്തികളുടെ കൂടെ പുസ്തകങ്ങൾ നമ്മുടെ ഈ ശേഖരത്തിലുണ്ട് എന്നറിയിക്കട്ടെ. മാരായമംഗലം, പട്ടിശ്ശേരി, ചളവറ, എഴുവന്തല തുടങ്ങി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലങ്ങളിലെയും നല്ല നല്ല എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കൂടി നമ്മുടെ ഈ ശേഖരത്തിലുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമാണ്. പുറമെ പല പല ഭാഷകളിലെ പുസ്തകങ്ങൾ, വ്യത്യസ്തമായ അനുഭവങ്ങളുടെ പുസ്തകങ്ങൾ, തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ, മറ്റു ഭാഷകളിൽ നിന്ന് തർജ്ജമ ചെയ്ത പുസ്തകങ്ങൾ തുടങ്ങി ഈ ശേഖരത്തിലെ പുസ്തകങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ്. അത് പഴയ കാലം മുതൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഒരുപാട് വായിച്ച് നമ്മുടെ വായനശാലയുടെ കെട്ടുറപ്പിനെ നല്ല രീതിയിൽ കൊണ്ടു നടത്തി എന്നുള്ള ഒരു അറിവ് കൂടി നിങ്ങളെ പങ്കുവയ്ക്കട്ടെ. ഈ പുസ്തകശേഖരത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തൊരു പുസ്തകം PC ഗോപാലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ അറിയപ്പെടാത്ത മനുഷ്യജീവികൾ എന്ന പുസ്തകമാണ്. PC ഗോപാലനെ കൃത്യമായിട്ട് ആളുകൾക്കറിയില്ല എങ്കിൽ കൂടി നന്ദന എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ഈ വ്യക്തി നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് ജനിക്കുകയും തരകൻ സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം പട്ടാള ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. കുടുംബത്തിൻ്റെ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടി മാത്രം തൻ്റെ ജീവനമാർഗം പട്ടാളമാണെന്ന് കരുതി പട്ടാളത്തിൻ്റെ സിഗ്നൽ റെജിമെന്റിലേക്ക് പോയി അവിടെ സർവീസ് ആരംഭിക്കുമ്പോൾ താൻ നേരിട്ട വിഷയങ്ങളെയും പ്രതിബന്ധങ്ങളെയും സുഹൃത്ത് ഫലത്തെയും എല്ലാം ഒരുപാട് ഇളക്കി മറിക്കാൻ തരത്തിലുള്ള കഥാനുഭവങ്ങൾ ആ വ്യക്തി നേടിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പട്ടാളത്തിൻ്റെ കഥകൾ മാത്രം അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇതിൽ 4-5 കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്നുള്ളൂ. അതിൽ ഒന്നൊരു ലാൻസ് നായിക് തോമസ് ആണ്. ബാക്കിയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലാൻസ് നായിക്കിനെ മാത്രം അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നിയത് ആർമി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വ്യത്യസ്തമായ ഘടകമായിട്ട് മാറേണ്ട. കാരണം നമുക്കറിയാം, പട്ടാള ജീവിതത്തിൽ തുടങ്ങി വയ്ക്കുമ്പോൾ ശിപ്പായിയിൽ നിന്ന് തുടങ്ങി സുബേദാർ മേജർ വരയ്ക്കുമുള്ള ഒരു റാങ്ക് ലിസ്റ്റിലാണ് ശിപ്പായി, ലാൻസ് നായിക്, ലാൻസ് ഹവൽദാർ തുടങ്ങിയുള്ള വിഭാഗത്തിൻ്റെ ഒരു ഏരിയയിൽ വരുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കേണ്ട ഏറ്റവും വലിയ സമയത്ത് ഒരു പ്രമോഷൻ കിട്ടിയ ഒരു വ്യക്തിയായിട്ടാണ് ഈ പറഞ്ഞ ലാൻസ് നായിക് തോമസിനെ അവതരിപ്പിക്കുന്നത്. ബാക്കിയുള്ള കഥാപാത്രങ്ങൾക്കൊന്നും പ്രത്യേകമായിട്ടുള്ള പരിഗണന അദ്ദേഹം കൊടുത്തില്ല. കാരണമുണ്ട്, ഈ പറഞ്ഞ വ്യക്തി നാട്ടിൽ 2 പെങ്ങന്മാരുടെയും അമ്മയുടെയും ജീവനത്തിൻ്റെ കൂടെ സ്വന്തം ഭാര്യയെയും വളർത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് ഈ ആർമി ജീവിതം നയിക്കുന്നത്. കഥ തുടങ്ങുന്നതും അവസാനിക്കുന്നതുമെല്ലാം ഏകദേശം 1.5 വർഷക്കാലയളവിൻ്റെ കാശ്മീർ പശ്ചാത്തലത്തിലാണ്. -ഡിഗ്രി മാത്രം കണ്ടുകൊണ്ട് വളരേണ്ട ഒരു ഏരിയ, -30, -40 എന്നുള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ പട്ടാള ജീവിതം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാവൽക്കാരായ ഒരുപാട് അറിയപ്പെടാത്ത മനുഷ്യജീവികൾ അവിടെ ഉണ്ട്. അവിടെ തികച്ചും ഒരു ലൈൻമാൻ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ്
തോമസ് അവിടെ പണി ചെയ്യുന്നത്. ഒരുപക്ഷെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്ത് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി അദ്ദേഹം പെടുന്ന കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ഒരു വേള അയാൾക്ക് ഒരു അപകടം സംഭവിക്കുകയും കാൽ നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ കഥയ്ക്ക് അയാൾക്ക് ഉത്തരം നൽകാൻ പറ്റാത്തൊരവസ്ഥയിലും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ താങ്ങായി നിൽക്കാൻ പറ്റാത്ത ഒരു ഏരിയയിലുമായിരുന്നു അയാൾക്ക് ഈ അപകടം സംഭവിക്കുന്നത്. കഥാപാത്രങ്ങളും മറ്റൊരാളായ കരുണാകരനും PK നായരും വർഗീസും എല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള വ്യക്തികളാണ്. അവർക്ക് നിയോഗിക്കപ്പെട്ട ഡ്യൂട്ടികളിൽ വ്യാപൃതരായിരിക്കുന്നത് കൊണ്ട് മാത്രം സുഹൃത്തിനെ കാണാൻ മാത്രം പോകുന്ന ഒരവസ്ഥയിലേക്ക് അവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. ഈ പുസ്തകം ഞാൻ പരിചയപ്പെടുന്നത് വായനശാലയിൽ നിന്നല്ല എന്നുള്ള സത്യം കൂടെ ഉണ്ട്. നമ്മുടെ പ്രീ ഡിഗ്രി കാലത്ത് കുലുക്കലിൽ നിന്ന് അങ്ങാടിപ്പുറം വരയ്ക്ക് പോകുന്ന യാത്രയിൽ ബാലസുബ്രഹ്മണ്യൻ എന്നൊരു വ്യക്തിയുടെ അനിയത്തിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണ് അയാളുടെ വീട്ടിൽ നിന്ന് ഞാൻ ഈ പുസ്തകം ആദ്യമായി കാണുന്നതും വായിക്കുന്നതും. പിന്നീടാണ് അറിയുന്നത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് അതായിരുന്നു എന്നുള്ളത്. എന്തായാലും ഈ കഥാപാത്രത്തിന് അയാളുടെ എഴുത്തുകാരൻ്റെ രീതിയെ അവലോകനം ചെയ്യുന്ന ആ കാഴ്ചപ്പാടിനെല്ലാം അന്ന് എൻ്റെ മനസ്സിൽ എങ്ങനെയോ വന്നു ചേർന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഞാനും അത്തരമൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത്. നിർഭാഗ്യവശാൽ അയാളുടെ 22 വർഷത്തെ സർവീസ് പോലെ തന്നെയായിരുന്നു എൻ്റെയും സർവീസ്. സർവീസ് കഴിയുന്ന മുറയ്ക്ക് അദ്ദേഹം ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട് NCCയുടെ മൈസൂർ യൂണിറ്റിൽ വർക്ക് ചെയ്യുകയും അതിനുശേഷം ഫാക്ടറിയിൽ പോയിട്ട് ഒരു 7 വർഷം സർവീസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കഥയുടെ പ്രസക്തി അവിടെ ആവുന്നില്ല. ആ കഥാപാത്രങ്ങളെല്ലാം വിട്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗത്തേക്ക് അയാൾ നമ്മളെ കൊണ്ടുപോകുന്നു എന്നൊരു തോന്നൽ ഈ 7 വർഷ കാലയളവിൽ സംഭവിച്ചിരിക്കാം. അതുകൊണ്ടാണ് പാലക്കാട്ടെ ഏതോ ഒരു ലോഡ്ജിൽ അനുപാതത്തിലധികമായ ഉറക്കഗുളികകൾ കഴിച്ച് തൻ്റെ ജീവിതം അവിടെ അവസാനിപ്പിക്കുമ്പോൾ ഭാര്യയെയും 2 മക്കളെയും വേർപിരിഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ 48 വയസ്സിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ചെയ്ത സർവീസും പുസ്തക ശേഖരത്തിൽ നിന്നും കിട്ടിയ അനുഭവ വഴിക്ക് രചനാ വ്യാപൃതിയിൽ വരികയും ചെയ്തപ്പോൾ എഴുതപ്പെട്ട 4-5 പുസ്തകങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുതൽക്കൂട്ടുള്ളത്. കഥയ്ക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കാതെ, കഥാപാത്രങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കാതെ, പട്ടാള ജീവിതത്തിനെ മാത്രം ഉദ്ഘോഷിച്ചുകൊണ്ട് ആ കാലയളവിൽ അദ്ദേഹം നടത്തിയൊരു പഠനം ഒരുപക്ഷെ കോവിലനും അദ്ദേഹവുമായിരിക്കാം പട്ടാള കഥകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിൻ്റെ അവതാരിക എഴുതാൻ NV കൃഷ്ണവാര്യർ സാർ തുടങ്ങിയപ്പോൾ തന്നെ അയാൾ പറഞ്ഞൊരു വാക്ക്, ഈ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇടചേരാൻ എന്തോ ഒരു പേടി. കാരണം അയാൾ ആ എഴുതിയ ആ വരികൾ വായിക്കുമ്പോഴെല്ലാം അതിൽ ഒരു കഥാപാത്രമായി NV കൃഷ്ണവാര്യർ സാറും മാറുന്നു എന്നുള്ളൊരു ദുഃഖം അയാൾ പങ്കുവയ്ക്കുകയുണ്ടായി. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ ഓരോ വരികളിലും ജീവിതത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. സാഹിത്യ അവാർഡ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ അദ്ദേഹം ഒരു തെറ്റുകാരനായിരുന്നു എന്ന് ആ പുസ്തകം പറയുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങളും തെറ്റുകാരാണ്. കാരണം നിലവിലുള്ള സംവിധാനത്തിൽ ഒരു ലാൻസ് നായ്ക്ക് എന്നുള്ള പദവിയിൽ നിന്ന് ഉയരേണ്ട ഒരു വ്യക്തി സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറന്ന് മറ്റുള്ള വ്യവഹാരങ്ങളൊക്കെ നീങ്ങുമ്പോൾ അദ്ദേഹത്തിനെ അടിച്ചമർത്താനും മറ്റുമായിട്ട് ആ സന്ദർഭം ഉപയോഗിച്ചു. അയാളുടെ പ്രമോഷൻ നഷ്ടപ്പെട്ടു. അങ്ങനെ അയാൾ വീണ്ടും ദാരിദ്ര്യത്തിൻ്റെ വഴിയിലേക്ക് കൂപ്പുകുത്തുകയാണ് ഉണ്ടായത്. ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് ആ കഥാപാത്രത്തിലൂടെ
ആർമി ജീവിതം കൃത്യമായി വിശകലനം ചെയ്യണമെങ്കിൽ, കൃത്യമായിട്ട് ഉൾക്കൊള്ളണമെങ്കിൽ മാത്രമേ നമുക്ക് പരമോന്നതി സാധ്യമാകൂ. പുസ്തകത്തിൻ്റെ വിവരണം ഇത്രമാത്രമാണ്. PK നായർ പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഇതിൽ. അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും വളരെ ലാഘവത്തോടെ കാണാനും ജസ്റ്റ് ലൈക്ക് എ പാൽപ്പായസം യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ സുഹൃത്തിൻ്റെ കാല് നഷ്ടപ്പെട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരുന്ന് പുറത്ത് വരുമ്പോഴും അദ്ദേഹം ഉരുവിടുന്ന ഒരു വാക്കതായിരുന്നു. കാരണം അയാൾക്കും സ്വന്തം ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ തിരിച്ചു നടക്കേണ്ട ഒരവസ്ഥയുള്ള വ്യക്തിയായിരുന്നു. ലാൻസ് നായിക് തോമസിൻ്റെ കഥ മാത്രമല്ല, ഇത് വായിക്കുന്ന ഓരോരുത്തരുടെയും കഥയാണ് ഇതെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിനെ നിർവചിച്ചിട്ടുള്ളത്. മറ്റ് പ്രത്യേകമായ വാക്കുകൾ ഈ പുസ്തകത്തിലില്ല. 10-40 പേജിൽ മാത്രം ഒതുക്കി നിർത്തി 40-48 വയസ്സുകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകത്തിന് ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം തന്നെ കരുതുന്നത്. തൽക്കാലം നിർത്തുകയാണ്. ഇതുപോലുള്ള പുസ്തകങ്ങൾ നമ്മുടെ ശേഖരത്തിൽ ഒരുപാടുണ്ട്. നാട്ടുമ്പുറത്തെ എഴുത്തുകാരുടെ സംഭാവനകളായ പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം വായിക്കാൻ നിങ്ങളെ എവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലെ നന്ദി അവതരിപ്പിച്ചുകൊണ്ടും നിർത്തട്ടെ.